ചില സമയങ്ങളിലെ എൻ്റെ ജീവൻ രക്ഷിക്കുന്ന ഫുഡാണ് കേട്ടോ ഇത്. ജീവൻ നിലനിർത്തുന്ന ഫുഡ്. കാരണം ഞാൻ ചില സമയത്ത് കിടപ്പിലായിപ്പോവും. ഇന്നലെ രാത്രി ഒരു സിറ്റുവേഷൻ ഉണ്ടായി. കാറിൽ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഫുൾ സ്റ്റക്കായി ബോഡി. ഞാനൊരു വാസ്കുലർ നെക്രോസിസ് പേഷ്യൻ്റാണ്. അപ്പോൾ ഞാൻ സർജറി ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികളും പെയിനും 5 to 6 years ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ഒരു പെയിൻ എടുത്തിട്ടാണ് ജീവിക്കുന്നത്. ഓക്കെ, നമ്മൾ പുറത്ത് കളിച്ചും ചിരിച്ചൊക്കെയാണ് നടക്കുന്നത്, അത് വേറെ വിഷയം. അപ്പോൾ ആൾക്കാർ ചോദിക്കും നമ്മൾ ഫുൾ ഓക്കെ ഭയങ്കര സംഭവം ആഷ് പുഷ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതൊന്നുമല്ല, നല്ല പെയിനായിട്ടാണ് ഞാൻ ഓരോ ദിവസവും കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, അതായത് കാലിങ്ങനെ മുറിഞ്ഞങ്ങോട്ട് പോണ പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അനങ്ങാൻ പറ്റില്ല, ബോഡി അനക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ആയാൽ പോലും ഇവിടെ നിന്ന് ഇങ്ങനെ മുറിഞ്ഞു പോണത്തൊരു. ഇന്നലെ ഞാൻ കാറിൽ പെട്ടുപോയി. കാറിൽ ഇരുന്ന് കരച്ചിലായിരുന്നു, വേദന സഹിക്കാൻ പറ്റാണ്ട്. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ ആണ് ഈ ഫ്ലാറ്റിൻ്റെ അകത്ത് എത്തിപ്പെട്ടത്. അപ്പോൾ സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ സിറ്റുവേഷനാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതുപോലെ 3 വർഷം കിടപ്പിലായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ബാത്റൂമിലൊക്കെ വീണ് കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ആരും വന്ന് പൊക്കാനോ എന്നെ പിടിച്ച് കൊണ്ടുവരാനോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനേക്കാളൊക്കെ ബെറ്റർ സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഞാനത് പറഞ്ഞു തന്നെന്ന് വെച്ചാൽ പിന്നെ എനിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഇത് ഓർഡർ ചെയ്യും, ഇൻസ്റ്റാമാർട്ടിൽ ഇത് ഓർഡർ ചെയ്ത് കുറേ വെള്ളവും കുടിക്കും. അപ്പോൾ വിശപ്പൊക്കെ മാറും. അപ്പോൾ ഇവർ വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ അവിടേക്ക് എത്താനുള്ളൊരു സമയമുണ്ട്. തത്തിയാണ് പോകുന്നത്. അപ്പോൾ മൈ ലൈഫ് സേവർ കുഡോസ്. ഇൻസ്റ്റമാർട്ട് ഓർഡർ ചെയ്താൽ പെട്ടെന്ന് വരും കേട്ടോ. തൊട്ട് താഴെയാണ്, 4 minutes വേഗം അവർ കൊണ്ടുതരും ഫുഡോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇത് കഴിച്ച് വെള്ളം കുടിച്ചാണ് കിടക്കും. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, എൻ്റെ അഭിനയിക്കുന്നതിൻ്റെ ഇടയിൽ നടത്തം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു മിസ്റ്റേക്കായിട്ടുള്ളൊരു നടത്തം എനിക്കിന് തോന്നി, ഈശ്വരാ ഞാൻ എന്തെങ്കിലും നടക്കുന്നത്. പക്ഷെ സാരില്ല, അങ്ങനെയെങ്കിലും നടക്കാൻ പറ്റുന്നുണ്ടല്ലോ. മറ്റേത് കിടപ്പിലായിരുന്നല്ലോ. അപ്പോൾ